കുഴപ്പമില്ല. എങ്ങനെ വയലൻസ് ആണ് പടം? വയലൻസാണ്, കുഴപ്പമില്ല. RR അടിപൊളിയാണ്. മ്യൂസിക് ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. വയലൻസ് ആണ്, അതുകൊണ്ടാണല്ലോ A സർട്ടിഫിക്കറ്റ് ഉള്ളത്. നല്ല പടം. വുമൺ ഓറിയൻറ്റഡ് അല്ല, ഒരു എന്താ പറയുക, ത്രില്ലർ മൂഡാണ്. ഒരു അവയവ മാഫിയ എന്നൊക്കെ പറയുന്ന ഒരു മൂഡ് പടം. പ്രിയം എന്ന് പറയുന്ന ഫിലിമിന് ശേഷം സനലേട്ടൻ്റെ മൂവിയാണ്. ഒരു സൈക്കോ ത്രില്ലർ സബ്ജക്റ്റാണ്. അതുപോലെ എടുത്ത് പറയേണ്ടത് ദിവ്യ പിള്ളയുടെ, അതുപോലെ തന്നെ ചന്തുചേട്ടൻ, അങ്ങനെ എല്ലാവരും നന്നായി തന്നെ പെർഫോം ചെയ്തു. എനിക്ക് തോന്നുന്നു ദിവ്യ പിള്ളയുടെ ഒരു കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് മൂവിയാണിത്. എല്ലാവരും തിയേറ്ററിൽ വന്ന് മൂവി കാണണം. നല്ല ഫിലിമാണ്. താങ്ക് യു. പടം ഓക്കെയാണ്, കുഴപ്പമില്ല, അത് കണ്ടിരിക്കാം. ലൈക്ക് ഒരു നോർമൽ പടമല്ല, എന്നാലൊരു ത്രില്ലർ പടം, എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ത്രില്ലർ പടം. വയലൻസ് സെൻസ് നല്ല വയലൻസ് ഉണ്ട്. അപ്പം നല്ല വയലൻസ്, ബാക്കിയെല്ലാം കണ്ടിന് എക്സ്പീരിയൻസ് ചെയ്യണം. എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു അടുത്ത ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ മലയാളത്തിൽ വന്നതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. പിന്നെ സീനിയേഴ്സ്, വളരെ സീനിയർ ആയിട്ടുള്ള ഡയറക്ടറാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടാവുക എന്ന് തന്നെ എന്താ പറയുക, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫുള്ളി അത്യാവശ്യം ബ്ലഡ് ഷീൽഡിങ് തരുന്ന സിനിമയാണ്. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ വന്ന് ഒരു A സർട്ടിഫിക്കറ്റ് സിനിമയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം, ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് വളരെ ഡിഫറെൻ്റാണ്. നോർമലി ഒരു പ്രകൃതി അങ്ങനെ ടച്ച് വിട്ടിട്ട് ഒരു കൺവെൻഷനിലല്ലാത്ത ഒരു മെത്തേഡിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമയായിട്ടാണ് എനിക്ക് കണ്ടിട്ടുള്ളത്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ലേഡി ഓറിയൻറ്റഡിൽ ഇങ്ങനെ ഒരു ലേഡി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ഒരു ബ്ലഡ് ഷീഡിൽ സിനിമയിൽ ചെയ്യുന്നു എന്നൊക്കെ വളരെ പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞങ്ങൾ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തതാണ്. ഞാൻ സിംഗറാണ്, ഞാൻ ലിറിസിസ്റ്റാണ്. പടം നല്ല റിലവൻറ്റ് സബ്ജക്റ്റാണ്. നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. ക്ലൈമാക്സിലൊരു മെസ്സേജ് ഉണ്ട് അതിൽ. ആക്ച്വലി സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് പറയുന്നത്. കുറച്ച് ഡാർക്കാണ്, കണ്ടിരിക്കാൻ കുറച്ച് ഇതാണ്. ഞങ്ങളതിൻ്റെ മ്യൂസിക്കിലാണ്, ഞാൻ സിംഗറാണ്. അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. അനില രാജീവ് എന്നാണ് എൻ്റെ പേര്. ഹരിത ലിറിക്സ് എഴുതിയിട്ടുണ്ട് ആ സിംഗർ. സോങ്സ് ആൻഡ് BGM നന്നായിട്ടുണ്ട്. സ്കോർ ആൻഡ് BGM നന്നായിട്ടുണ്ട്. പ്രേക്ഷകരോടൊപ്പം അവർ പടം നന്നായി അവർ എൻജോയ് ചെയ്തു. ഒരു വലിയൊരു വിഷയമാണ് ഇതിനകത്തൂടെ നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് ഉണ്ട്. ഒരു വയലൻസ് ഓറിയൻറ്റഡ് മൂവിയാണ്. അതെ, ഒരു വയലൻസ് ഓറിയൻറ്റഡ് മൂവിയാണ്. കാരണം വയലൻസ് ഉള്ള കുറേ കഥാപാത്രങ്ങളുടെ കഥയാണിത്. അവരുടെ മനസ്സിൽ ഇതിൽ അപ്പുറത്തെ വയലൻസാണ് ഇത്തരം ആൾക്കാർ ചെയ്തു കൂട്ടുന്നത്. ഇപ്പോൾ വയലൻസ് ഒരുപാട് അന്യഭാഷയിലേക്ക് ഒരുപാട് വയലൻസ് കൂടുന്നു എന്ന് പറയുന്ന സിനിമകളാണ് ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ സാർ ഇപ്പോൾ ട്രെൻഡിനനുസരിച്ചിട്ടാണോ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്താണോ അതൊരു സബ്ജക്റ്റ് അങ്ങനെ സംഭവിച്ചു വന്നു അല്ല, ആ ഒരു ആപ്റ്റായിട്ടൊരു വയലൻസ് ആഡ് ചെയ്തതാണ്? അല്ല, ഈ ഇഷ്യൂവിൻ്റെ റെലവൻസാണ് നമ്മൾ എടുത്തത്. കാരണം ഓർഗൻ ട്രാഫിക് ഇപ്പോൾ നമുക്ക് ചില നിയമം കൊണ്ട് പോലും ചിലപ്പോൾ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇത് ചെറിയ മാഫിയല്ല, വലിയ മാഫിയ. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കണമെന്ന് തോന്നി. അതിനുശേഷമാണ് കേരളത്തിൽ പല ഇഷ്യൂസും പിന്നീട് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചില ഇഷ്യൂസ് ഇവിടെ പൊങ്ങി വരുന്നത്. അപ്പോൾ ഈ ഇഷ്യൂ നമ്മൾ സംസാരിച്ചില്ല. ഇതൊരു വയലൻസ് പാറ്റേണിലാണ് മൂവി പോകുന്നത്. ഇതിൽ കാസ്റ്റിംഗ് ഒക്കെ ദിവ്യപിള്ള, അതുപോലെ തന്നെ ധീരജ്, ഇങ്ങനെയുള്ള കുറച്ച് ചന്തുനന്ദൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ തന്നെയാണോ ആദ്യമോ മറ്റ് വലിയ താരങ്ങളെ നോക്കിയിട്ട് അത് വേണ്ട ചെറിയ താരങ്ങൾ മതി എന്ന് വിചാരിച്ചിട്ടാണോ കാസ്റ്റിങ്ങിലേക്ക്? അല്ല, നമ്മളൊരു വലിയ താരങ്ങളിലേക്ക് പോയാൽ ചിലപ്പോൾ ഇത്തരം സിനിമകൾ ചിലപ്പോൾ ടേക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ അതിന് പറ്റിയ ആൾക്കാരെ കണ്ടത്. ദിവ്യ അതിന് ആപ്റ്റായിരുന്നു. അവളുടെ കള കണ്ടിട്ടാണ് അവിടെ ശരിക്കും കാസ്റ്റ് ചെയ്തത്. പിന്നെ ചന്തു, ധീരജ്, ഇവരൊക്കെ ഇപ്പോൾ യങ്സ്റ്റേഴ്സിൽ നല്ല ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്നവരാണ്. അവർ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആക്ടേഴ്സാണ്.